കൃത്യമായിട്ട് എന്താണ് ആ വ്യക്തിക്ക് സംഭവിച്ചത്, എന്തുകൊണ്ട് ഈ വ്യക്തി ക്ഷയിച്ചു പോകുന്നു. അപ്പോൾ ജാതകം അല്ലെങ്കിൽ ജ്യോതിഷം അല്ലെങ്കിൽ ആചാരം പറയുന്നത് പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ. ഒന്നിനെക്കുറിച്ചും പൂർണ്ണമായി ഗ്രഹിക്കാതെ, ഇപ്പോൾ യുക്തിവാദികൾ അതിൻ്റെ മൂലകാരണങ്ങളൊന്നും അന്വേഷിക്കാതെ പഠിക്കാതെ പറയുമ്പോഴാണ് ഇത് ശരിയല്ലാതെ വരുന്നത്. ഒരു വ്യക്തി ഇപ്പോൾ എലിസബത്തിന് ഈ സാധനം ശരിയല്ല എന്ന് പറയണമെങ്കിൽ ഈ സാധനത്തെക്കുറിച്ച് ഒരു 75-90% എങ്കിലും അറിഞ്ഞിരിക്കണം. എന്താണ് ജ്യോതിഷം എന്ന് അയാൾ അറിഞ്ഞിരിക്കണം. അറിയാതെ ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നതാണ് അന്ധവിശ്വാസം. തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വേറൊരാളുടെ അനിയത്തിയെ ഞാൻ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നോക്കുന്നുണ്ടോ ആൾക്കാർ? വളരെ കുറവ് ആൾക്കാർ. അപ്പം അത് ശരിയാണോ? അതല്ലേ അന്ധവിശ്വാസം. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിലേക്ക് വെളിച്ചം വീശുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വാസ്തുവും ജ്യോതിഷവും ജമ്മോളജിയും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ശ്രീ സുന്ദരം ആചാര്യാണ്. സർ നമസ്കാരം. 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 ഈ ജ്യോതിഷം ഒക്കെ നോക്കുന്നവരോട് യുക്തിവാദികളായുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതൊന്നും ഞങ്ങളെ ഒന്നും ബാധിക്കുന്നില്ലല്ലോ, ധൈര്യം ഉണ്ടായാൽ മതി, ഒരു ഗ്രഹദോഷവും നമ്മളെ ഒന്നും ബാധിക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് വിശ്വാസമില്ലായ്മയുടെ ഭാഗമാണോ അതോ ഇതിനോടൊക്കെ എതിർക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഒരു ജാതക ദോഷമുള്ള ഒരാൾക്ക് ഇച്ഛാശക്തി കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റുമോ? പെട്ടെന്നൊരു ഉദാഹരണം പറയാം. ഒരു കാറ്, ഒരു ബെൻസ് കാറ്, അതിനകത്ത് ബാറ്ററി ചാർജ് ഇല്ല, സ്റ്റാർട്ട് ചെയ്തിട്ട് അടിക്കുന്നില്ല, സ്റ്റാർട്ടാവുന്നില്ല. അയാൾ എത്ര ഇച്ഛാശക്തി ഉണ്ടെങ്കിലും കാർ സ്റ്റാർട്ടാവുമോ? ഇല്ല. ഇല്ല. അതിനെന്ത് വേണം? ബാറ്ററിക്ക് ചാർജ് വേണം. ഈ ചാർജ് എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്, എലിസബത്ത് കണ്ണട വെച്ചിട്ടില്ല അല്ലേ? എൻ്റെ പ്രായത്തിൻ്റെ ആണോ, എൻ്റെ വെള്ളെഴുത്താണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ണിൻ്റെ ന്യൂനത കൊണ്ട് എനിക്ക് കാഴ്ച ശക്തി അല്പം കുറവാണ് അല്ലേ? എൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ വല്ലതും കാണുമോ? ഇല്ല. അത് ഞാൻ എന്ത് ചെയ്യണം? കണ്ണട വെക്കണം, അല്ലെങ്കിൽ മറ്റതിന് ചികിത്സ ചെയ്യണ്ടേ? ഈ ചോദ്യത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. മരുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല, ഇച്ഛാശക്തി കൊണ്ടെല്ലാം നേടാൻ പറ്റുമല്ലോ. അങ്ങനെയൊന്നും പറ്റില്ല. ഏതിനും അതിനൊരു കാര്യമുണ്ട് അല്ലേ? എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ? അപ്പോൾ ഒരു കാര്യം നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നമ്മുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ, ശക്തിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് അല്ലേ? അതിൻ്റെ ആ ദോഷകരമായ ശക്തിയെ നല്ലതാക്കി വെച്ചാൽ, ബെൻസുകാരൻ്റെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്ത് വെച്ചാൽ എങ്ങനെ ചാർജ് ചെയ്യുക? ഒരു രത്നം ധരിപ്പിക്കുക, ഞാൻ ഉദാഹരണം കൊണ്ട് പറയാം, തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഒരു ബാറ്ററിക്ക് എക്സ്ട്രാ വേറെ ബാറ്ററിയുടെ കൂടെ ശക്തിയുള്ള അല്ലെങ്കിൽ കറണ്ടിൽ നിന്നും ലൈനിൽ നിന്നും അതിനെ ക്രമീകരിച്ച് ആ ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സ്റ്റാർട്ടാവൂലേ? തീർച്ചയായും. അപ്പം പുറത്തുനിന്നുള്ള ശക്തി വേണ്ടേ? ഇത് തന്നെയാണ് രത്നധാരണം, ഇത് തന്നെയാണ് വാസ്തു കറക്ഷനും ഈശ്വര പ്രാർത്ഥനയും എല്ലാം അത് തന്നെയാണ്. അപ്പൊ ഇത് ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കറക്ഷൻസ്, അതിപ്പോ വാസ്തുവിലായിക്കോട്ടെ, രത്നക്കല്ലുകൾ ധരിക്കുന്നതായിക്കോട്ടെ, ജ്യോതിഷം ആയിക്കോട്ടെ, ജ്യോതിഷമാണ് ഇപ്പോൾ ഒരു കുറച്ച് കോമൺ ആയിട്ട് എല്ലാവരിലും എത്തുന്ന ഒരു ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊക്കെയുള്ള ചെറിയ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇത് അങ്ങ് പറഞ്ഞതുപോലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ അങ്ങ് മാറി കിട്ടും. അത് മാത്രമല്ലെന്നേ, സ്റ്റാർട്ടിങ് ട്രബിൾ മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു കറി വെക്കുകയെന്ന് വെച്ചാൽ, ഞാനല്ലേ എൻ്റെ ഗുരുനാഥനൊക്കെ ഈ ഉദാഹരണ സഹിതം എന്നെ പഠിപ്പിച്ചത്. അപ്പം ഞാൻ അറിയാണ്ട് അങ്ങനെ ഉദാഹരണം വന്നു അപ്പോൾ വരും, വലിയ സംഗതിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ എലിസബത്ത് ഒരു കറി വെക്കുന്നു, ആർക്കും കറി വെക്കാമല്ലോ അല്ലേ? ഇപ്പോൾ ഒരു നല്ലൊരു സാമ്പാർ വെക്കുകയാണെങ്കിൽ അതിനകത്ത് കഷ്ണങ്ങൾ മാത്രം മതിയോ? അതിൻ്റെ പൊടികൾ, മസാലകൾ വേണ്ടേ? അതിന് വെള്ളം ഒഴിക്കണ്ടേ? പുളി വേണ്ടേ? മുളക് വേണ്ടേ? ഈ സാധനങ്ങൾക്കൊരു ചേരുവയില്ലേ? ഒരു റേഷ്യോ ഇല്ലേ അല്ലേ? മത്തങ്ങ നല്ലതെന്ന് പറഞ്ഞ് മത്തങ്ങ മാത്രം ഇട്ടാൽ മതിയോ? തക്കാളി മാത്രം ഇട്ടാൽ മതിയോ? മുരിങ്ങാക്കോല് ഒന്ന് കട്ട് ചെയ്തിടണ്ടേ? അത് മാത്രം ഇട്ടാൽ മതിയോ? സാമ്പാറാവോ? ഇല്ല. വഴുതനങ്ങ മാത്രം ഇട്ട സാമ്പാറിൻ്റെ അവസ്ഥ മാറില്ലേ?
അപ്പോൾ ഇതെല്ലാം ചേരുമ്പടി ആയിരിക്കണം. അതിനെ കറക്റ്റ് ചെയ്ത് അതിൻ്റെ മസാല ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരുപാട് തിളപ്പിച്ച അടി കരിഞ്ഞു പോകില്ലേ, സാമ്പാർ കരിഞ്ഞ മണം വരില്ലേ, കരിഞ്ഞ ടേസ്റ്റ് വരില്ലേ, ഇതിന് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുമ്പോഴാണ് സാമ്പാറാകുന്നത്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ഈ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ 9 ഗ്രഹങ്ങളുടെ എനർജി ഇല്ലാതെ വരുമ്പോഴാണ് ആ മനുഷ്യനിൽ ദോഷം വരുന്നത്. ആ മനുഷ്യൻ്റെ ദോഷം എന്താണെന്ന് വിദഗ്ധനായ ഒരു ജ്യോത്സ്യന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ള മാർഗം അസ്ട്രോളജി എന്ന് പറയുന്ന ജ്യോതിശാസ്ത്രത്തിലുണ്ട്, ജ്യോതിഷത്തിലുണ്ട്. അത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം പല മാർഗത്തിലുണ്ട്. പൂജകളായിട്ടുണ്ട്, തീർത്ഥാടനമായിട്ടുണ്ട്, രത്നം ധരിക്കാം, ഔഷധ സേവ കൊണ്ട് ചെയ്യാം, ദാനം ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ പനി വന്നാൽ അലോപ്പതിയും ചികിത്സിക്കാം, ആയുർവേദം ചികിത്സിക്കാം, ഹോമിയോയും ചികിത്സിക്കാമല്ലോ, യുനാനി ഉണ്ട്, അങ്ങനെ പല മാർഗത്തിൽ കൂടെ നമുക്കതിനെ ട്രീറ്റ്മെൻറ്റ് നടത്താം. പക്ഷേ കൃത്യമായിട്ട് എന്താണ് ആ വ്യക്തിക്ക് സംഭവിച്ചത്, എന്തുകൊണ്ട് ഈ വ്യക്തി ക്ഷയിച്ചു പോകുന്നു, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കലാണ് ഒരു ആചാര്യൻ്റെ ശ്രേഷ്ഠത. ഒരു ജ്യോത്സ്യനാണെങ്കിൽ തൻ്റെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിക്ക് എന്ത് സംഭവിച്ചു, ഏത് കാരണം കൊണ്ടാണ് ഇയാൾ ക്ഷയിച്ചത് അല്ലെങ്കിൽ ഡൗൺ ആയത്, ഇത് വ്യക്തതയോടുകൂടി കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് അയാളെ ധരിപ്പിക്കുക, അതെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ ഈ ജന്മം ആയിരിക്കില്ല, ചിലപ്പോൾ പൂർവ്വജന്മം. അപ്പോൾ ജാതകം അല്ലെങ്കിൽ ജ്യോതിഷം അല്ലെങ്കിൽ ആചാരം പറയുന്നത് പൂർവ്വജന്മകൃതം പാപം വ്യാധി രൂപേണ ജായതേ അല്ലേ. പൂർവ്വജന്മത്തിൽ ശ്രീരാമൻ ബാലിയെ ഒളിയം പെയ്ത് കൊന്നു. ഞാനൊരു പുരാണം ചെറിയതായിട്ട് കോട്ട് ചെയ്യാം അല്ലേ. അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അടുത്ത ജന്മം ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണനായിട്ട് ജനിച്ചപ്പോൾ ഇതേ ബാലി ഒരു വേടൻ്റെ ജന്മം എടുത്തിട്ട് അന്നത്തെ ഒരു ഇരുമ്പ് കഷ്ണം ബാക്കി ഉണ്ടായിരുന്നത് അമ്പാക്കിയിട്ട് ഈ കിളി ഇരുന്ന് പാടുകയാണെന്ന് വിചാരിച്ചിട്ട് അമ്പ ചെയ്തു. ആ അമ്പ കൊണ്ടാണ് ശ്രീകൃഷ്ണൻ മരിച്ചത് എന്ന് പുരാണം പറയുന്നു. അപ്പോഴും അവിടെ ആ പൂർവ്വജന്മത്തിൻ്റെ ഭഗവാനാണെങ്കിലും ഭൂമിയിൽ വന്നൊരു കർമ്മം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇവിടെയും സംഭവിച്ചല്ലോ അല്ലേ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ പൂർവ്വജന്മ ദുരിതം ശ്രീകൃഷ്ണൻ ആയിട്ട് അനുഭവിച്ചപ്പോഴും ജനിച്ചപ്പോഴും അത് അനുഭവിക്കേണ്ടി വന്നില്ലേ. ഇതുപോലെ തന്നെയാണ് നമ്മളും. ഇതിനകത്ത് ശരിക്കും ഈ 4 വേദങ്ങളുണ്ട്. ആ വേദങ്ങളുടെ കണ്ടന്റ് ആയിട്ടൊരു ചെറിയ പുസ്തകമുണ്ട്, അതിനെ നീതിസാരം എന്ന് പറയാം, ഒരു കുഞ്ഞു പുസ്തകമാണ്. അതിനകത്തൊരു 4 വരിയുണ്ട്. അർത്ഥം ഗൃഹേ നിവർത്തന്തേ ശ്മശാനേ പുത്രബാന്ധവാഹ സുകൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി. അർത്ഥം ധനം, എത്ര കോടി ധനം വീട്ടിലുണ്ടെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ല. അർത്ഥം ഗൃഹേ, ധനമൊക്കെ വീട്ടിൽ വെച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. 100 കിലോ സ്വർണ്ണം ഉണ്ടാവും അല്ലേ, കോടാനുകോടി രത്നങ്ങളുണ്ടാവും. ഇതൊക്കെ വീട്ടിൽ വെച്ചിട്ട് പോകേണ്ടി വരും. എവിടെ പോകേണ്ടി വരും? മരിക്കുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ വെറും കയ്യോടെ പോകേണ്ടി വരും അല്ലേ. ആർക്കൊക്കെ വേണ്ടി ഇതൊക്കെ സമ്പാദിച്ച് എത്രയൊക്കെ സുഹൃത്തുക്കളെ സമ്പാദിച്ചോ ബന്ധുക്കളെ സമ്പാദിച്ചോ എന്തെല്ലാം നേടിയോ അവരൊക്കെ ശ്മശാനം വരെ വന്നിട്ട് നിവർത്തന്തേ തിരിച്ചു പോകും. അവരാരും നമ്മുടെ കൂടെ വരുന്നില്ല, ശരിയല്ലേ. അവിടെ നിന്ന് 2 പേര് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ആരൊക്കെയാ? നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ, ദുഷ്കർമ്മ ഫലവും സത്കർമ്മ ഫലവും. സുകൃതം ദുഷ്കൃതം ചൈവ ഗച്ഛന്തം അനുഗച്ഛതി. അങ്ങനെയാണെങ്കിൽ ആ തത്വം അനുസരിച്ച് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങൾ ഗച്ഛന്തം അനുഗച്ഛതി, വേർ എവർ യു ഗോ വി ആർ ദേർ, വരണ്ടേ? അത് തന്നെയാണിത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണയില്ലാതെ, ഒന്നിനെക്കുറിച്ചും പൂർണ്ണമായി ഗ്രഹിക്കാതെ, ഇപ്പോൾ യുക്തിവാദികൾ അതിൻ്റെ മൂലകാരണങ്ങളൊന്നും അന്വേഷിക്കാതെ പഠിക്കാതെ പറയുമ്പോഴാണ് ഇത് ശരിയല്ലാതെ വരുന്നത്. ഇപ്പോൾ യുക്തിവാദികളുടെ തന്നെ ഏറ്റവും വലിയ ഒരു നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന എ.ടി. കോവൂർ എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ കൃതി എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹം. എ.ടി. കോവൂരാണ് ഇന്ത്യൻ എത്തിസ്റ്റ് പ്രസ്ഥാനത്തിനൊരു ഹെഡായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതി എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത്
ഒരു വ്യക്തി ഇപ്പം എലിസബത്തിന് ഈ സാധനം ശരിയല്ല എന്ന് പറയണമെങ്കിൽ ഈ സാധനത്തെക്കുറിച്ച് ഒരു 75-90% എങ്കിലും അറിഞ്ഞിരിക്കണം. ജ്യോതിഷം ശരിയല്ല എന്ന് എലിസബത്ത് പറയണമെങ്കിൽ, ഞാൻ പ്രേക്ഷകരോട് പറയാണ്, ഒരു യുക്തിവാദി പറയണമെങ്കിൽ എന്താണ് ജ്യോതിഷം എന്ന് അയാൾ അറിഞ്ഞിരിക്കണം. അറിയാതെ ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്നതാണ് അന്ധവിശ്വാസം. ബ്ലൈൻഡായിട്ട് പറയാണ്. അങ്ങനെ നോക്കുമ്പോൾ ജ്യോതിഷമൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് എന്തിനും ഏതിനും ജ്യോതിഷം അല്ലെങ്കിൽ ഗ്രഹം നോക്കുന്നു, സമയം നോക്കുന്നു. അതൊരു ആചാരമാണ്, ദിനചര്യയാണ്. അതും ഒരു തരത്തിലൊരു ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? അല്ല, അങ്ങനെ കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. അപ്പം തിങ്കളാഴ്ച ചെയ്യേണ്ടത് തിങ്കളാഴ്ച തന്നെ ചെയ്യണ്ടേ? എനിക്ക് അത്ര വിശ്വാസമില്ല, ഞാനത് ബുധനാഴ്ച ചെയ്യണമെന്നാണ് ഞാൻ. ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താ? ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്ത യുക്തിവാദികൾ പോലും ഇന്ന് എന്താ ആഴ്ചയാന്ന് ചോദിച്ചാൽ അവരെങ്ങനെ പറയും? ഇന്ന് എന്താ ആഴ്ച? ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? അതെങ്ങനെയാണ് മനസ്സിലായത്? അത് കലണ്ടറിലുണ്ടല്ലോ. കലണ്ടർ എങ്ങനെ ഉണ്ടാക്കിയതാ? എന്തിന്, ഏത് ഗ്രഹത്തെ അടിസ്ഥാനപ്പെടുത്തിയാ? ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഗ്ലോബലാണ്. ഭൂമിയിൽ മനുഷ്യർ എവിടെയൊക്കെ ഉണ്ടോ, ഭൂമി എവിടെ, ഭൂമിയിൽ മൊത്തത്തിൽ ജ്യോതിഷം വ്യാപിച്ചിട്ടുണ്ട്. അതിനൊന്നും ഇല്ലാതെയാക്കാൻ പറ്റില്ല. ഇന്ന് അമേരിക്കയിൽ പോയാലും ജപ്പാനിൽ പോയാലും തിങ്കളാഴ്ച തന്നെയാണ്. അവിടെ 7 ദിവസമല്ലേ ഉള്ളൂ, 7 ആഴ്ചയല്ലേ ഉള്ളൂ അല്ലേ? 9 ഗ്രഹമല്ലേ ഉള്ളൂ, 24 മണിക്കൂറല്ലേ ഉള്ളൂ. അതിനകത്ത് ഈ പറഞ്ഞ 2 അഭിപ്രായക്കാരുടെ വിശ്വാസവും അവിശ്വാസമൊക്കെ അവിടെ പോയി. ശരിയല്ലേ? അങ്ങനെ അവർക്ക് മറുപടി, അവരുടെ ചിന്തകൾക്ക് മറുപടി കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിലുണ്ട്. അല്ല, നമുക്ക് അനുഭവത്തിൽ വരാത്തിടത്തോളം ഇതൊക്കെ അന്ധവിശ്വാസമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റിദ്ധരിപ്പിക്കലൊക്കെ ആയിട്ട് നമുക്ക് കരുതാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഇപ്പം തിരുവള്ളുവരെ അറിയോ അല്ലേ? തമിഴ്നാട്ടിലെ തിരുക്കുറൽ, മഹത് വചനങ്ങൾ എഴുതുന്ന ഒരു മഹർഷിയെ പോലെയുള്ള ഒരു ദിവ്യനായിരുന്നു, ദിവ്യ കവി എന്ന് പറയാം അല്ലേ, ആചാര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരുക്കുറൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കറ്റത് കൈമണ്ണളവ്, കല്ലാതത് ഉലകളവ്. ഒരു മനുഷ്യൻ, ഈ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനായ ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് ഒരു സമുദ്ര തീരത്ത് നിന്ന് മാക്സിമം വെള്ളം എടുക്കാൻ പറയാം. കറ്റത്, അവൻ്റെ കൈക്കുമ്പിളിൽ കൊള്ളാവുന്ന വെള്ളമല്ലേ അവൻ എടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഇതാണ് ഈ ഭൂലോകത്ത് അവൻ അറിയാവുന്ന അറിവ്. കല്ലാത്തത്, അറിയാൻ പാടില്ലാത്തത് ഉലകളവാണ്, കടലളവാണ്. അപ്പം ഇയാൾക്ക് എന്തറിയാം? പരിമിതമായ അല്ലേ? യുക്തിവാദിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോരം ക്വസ്റ്റ്യൻ അവർക്ക് മറുപടി ഇല്ലാത്തതുണ്ട്. ഒരു ദിവസം എത്ര ശ്വാസം എടുക്കുമെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല, അല്ലെങ്കിൽ എത്ര നാഡീഞരമ്പുകളുണ്ടോ, ഇതിന് അല്ലാത്ത പല എത്ര ജീവികളുണ്ട്, കടലിലാണോ പുറത്താണോ ഏറ്റവും കൂടുതൽ ജീവികളെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എല്ലാം പഠിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പോൾ ഇത് അറിയാൻ പാടില്ല എന്ന് കരുതി, അല്ലെങ്കിൽ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് കരുതി ശാസ്ത്രം ഇല്ല എന്ന് പറയരുത്. നമ്മുടെ അറിവ് തുച്ഛമാണ്, അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ എലിസബത്ത് ജർമ്മനി പോയിട്ടില്ല, ജർമ്മനി ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതുപോലെയാണ്, ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണത്. അതെ, ശരിയാണ്. അതായത് നമുക്ക് നമ്മുടെ ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ അനുഭവത്തിൽ അതില്ലാത്തതൊക്കെ അതില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് അനുഭവമുള്ള വേറെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അല്ല, ഇത് തന്നെ ഇപ്പം തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഞാൻ എൻ്റെ അനിയത്തിയായിട്ട് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വേറൊരാളുടെ അനിയത്തിയെ ഞാൻ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ നോക്കുന്നുണ്ടോ ആൾക്കാർ? വളരെ കുറവ് ആൾക്കാർ. അത് ശരിയാണോ? അതല്ലേ അന്ധവിശ്വാസം. അതെ. അപ്പൊ ഈ ജ്യോതിഷവും വാസ്തുവും എല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിലൂടെ കയറി ഇറങ്ങി പോകുന്ന ദിനചര്യയാണ്. നമ്മൾ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം പറഞ്ഞേ? 5 മണിക്ക്. അങ്ങനെ പല സമയത്താണല്ലോ. ഉദയത്തിന് മുന്നേ ഉണരാത്തവൻ ഉപകാരപ്പെടില്ല, ശാസ്ത്രം പറയുന്നു. സൂര്യോദയത്തിന് തൊട്ട് മുമ്പേ അരുണോദയ സമയത്ത് ഉണരണം. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കഠിന പ്രവർത്തികൾ ഒന്നും ചെയ്യരുത്. കിടന്നുറങ്ങണം, സുഷുപ്തിയെ പ്രാപിക്കണം. ഈ ഉറക്കം, നമ്മുടെ റെസ്റ്റ്, അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടത്ര ഉറങ്ങാത്തതിൻ്റെ കുഴപ്പമാണ് ഇന്നുള്ള രോഗത്തിനെല്ലാം കാരണം. ഈ ഫോൺ നോക്കിയും ജോലി ചെയ്തും യാത്ര ചെയ്തും സൊറ പറഞ്ഞും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും. വെള്ളം കുടിച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിരിക്കും.
അസ്തമയ ശേഷം ഹാർഡ് ഫുഡ് കഴിക്കരുതെന്നാണ്. ദഹിക്കില്ല, കാരണം എനർജി ഇല്ല. എനർജിയുടെ സൃഷ്ടാവ് സൂര്യൻ അപ്പുറത്താണ്, നമ്മുടെ ഭൂമിയുടെ അപ്പുറത്താണ്. അത് ഉദിച്ച് വരുമ്പോഴാണ് നമുക്ക് എന്ത് കടുപ്പമുള്ള ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ രാത്രി ലൈറ്റ് ഫുഡ് കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് ദഹിപ്പിക്കാനായിട്ടുള്ള ശക്തിയായ സൂര്യനില്ല. രാത്രി സമയം നമുക്ക് ഗോചരമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ സമയത്ത് ലൈറ്റ് ഫുഡ് കഴിഞ്ഞ് രാത്രിയൊക്കെ ലൈറ്റ് ഫുഡും അല്പം വെള്ളമൊക്കെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങി രാവിലെ എണീക്കണം, സൂര്യോദയത്തിന് മുന്നേ ഉണരണം. അങ്ങനെയുള്ളവർ രക്ഷപ്പെടും, അല്ലാത്തവർ മടിയന്മാരാകും.